ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പുതിയൊരു വീഡിയോയിലേക്ക് ഞങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ഇന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മരണശേഷം നമ്മുടെ ആത്മാവിന് എന്താണ് സംഭവിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, നമ്മൾ ഒരു ദിവസം ഈ ലോകം വിട്ട് നമ്മൾ പോകേണ്ട ഒരു സമയം വരും. നമ്മൾ മരിക്കുന്ന ആ സെക്കൻഡിൽ, എപ്പോഴാണ് നമ്മൾ മരണത്തിൻ്റെ വിവരം അറിയുന്നത്, ആ സെക്കൻഡിൽ തന്നെ നമുക്കൊരു വിധി നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഇവിടെ പല വിശുദ്ധർക്കും ദൈവം അത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ഈശോ കാണിച്ചു കൊടുത്തത് ഇങ്ങനെയാണ്. ഫൗസ്റ്റീനയ്ക്ക് കർത്താവിനെ കാണിച്ചു കൊടുക്കും. മരിക്കുന്ന സമയത്ത് ആ ഒരു വിധി നടക്കുകയാണ്. തനത് വിധി എന്നാണ്, പെട്ടെന്ന് ഉണ്ടാകുന്നൊരു വിധിയാണത്. തനത് വിധി എന്നാണ് അത് അറിയപ്പെടുന്നത്. ഓക്കെ, അങ്ങനെ വിശുദ്ധ ഫൗസ്റ്റീന വളരെ ഭയാനകമായിട്ടുള്ള ആ ഒരു സമയം എന്നാണ് അതിനെ പറ്റിയിട്ട് ഫൗസ്റ്റീന ഡയറി കുറിപ്പുകളിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അവിടെ പറയാണ്, ഫൗസ്റ്റീനയുടെ ആ ഒരു മരിക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ ഈശോ വരികയാണ്. ഈശോ വന്നിട്ട് ഈശോയുടെ കണ്ണുകളിലൂടെ, ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ വിശുദ്ധ ഫൗസ്റ്റീന തൻ്റെ ആത്മാവിനെ കാണാണ്. ആത്മാവ് കടന്നു പോയിട്ടുള്ള ദൈവത്തോട് അവിശ്വസ്തത പ്രകടിപ്പിച്ച സമയങ്ങൾ, ദൈവത്തിൽ നിന്നൊക്കെ അകന്നു പോകുന്ന ആ സമയങ്ങൾ, ആ സംഭവങ്ങൾ ഇങ്ങനെ ഫൗസ്റ്റീന ഇങ്ങനെ കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഈശോ ഇങ്ങനെ ഫൗസ്റ്റീനയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഫൗസ്റ്റീൻ നീ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. ഇത്രയും വലിയ ദൈവത്തിൻ്റെ കൂടെ ഫുൾ ടൈം കർത്താവിൻ്റെ കൂടെ നടന്ന വിശുദ്ധിയോടാണ് കർത്താവ് ചോദിക്കുന്നത്, നീ ആരാണെന്ന്. വളരെ ഭയാനകമായിരുന്ന നിമിഷം. അങ്ങനെ വിശുദ്ധ ഫൗസ്റ്റീനയോട് കർത്താവ് പറയുന്നുണ്ട്, ഈശോ പറയുന്നുണ്ട്, നീ ഒരു ദിവസം ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കാനായിട്ട് അർഹതയുണ്ടെന്ന് പറയാണ്. ഇവിടെ നമുക്കറിയാം, മരണത്തിന് ശേഷം 3 ചോയ്സാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്നല്ലെങ്കിൽ നിത്യനരകാഗ്നി, രണ്ടാമത്തെ ചോയ്സ് സ്വർഗം, നല്ല ഈശോയുടെ കൂടെ നടന്ന് വിശ്വസ്തയോടെ, അല്ലെങ്കിൽ ആ ഒരു സത്യസന്ധമായ ജീവിതം നയിച്ചവർക്കുള്ള സ്വർഗത്തിലേക്ക് നിനക്ക് പ്രവേശിക്കാം. അതല്ലെങ്കിൽ നിൻ്റെ ആത്മാവ് ശുദ്ധീകരിക്കാൻ ഒരു ശുദ്ധീകരണ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ 3 അവസ്ഥകളാണുള്ളത്, 3 സ്ഥലങ്ങളാണുള്ളത്. ഇപ്പോൾ ഇവിടെ ഫൗസ്റ്റീനയോട് കർത്താവ് പറയാണ്, ഒരു ദിവസം നീ ശുദ്ധീകരണ സ്ഥലത്ത് കഴിയണമെന്ന് പറയണം. അതല്ലെങ്കിൽ നിനക്ക് ഈ ലോക ജീവിതത്തിൽ മുഴുവൻ സഹനങ്ങളായിരിക്കും എന്ന് പറയണം. അങ്ങനെ ഫൗസ്റ്റീന കാണാണ് ശുദ്ധീകരണ സ്ഥലത്ത് അവരനുഭവിക്കുന്ന വേദനകൾ. ഒരാത്മാവ് ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നതിൻ്റെ ഒരു വേദന ഒക്കെ മനസ്സിലാക്കിയ ഫൗസ്റ്റീന പറയാണ്, എനിക്ക് ഈ ജീവിതത്തിലെ സഹനങ്ങൾ മതി. അപ്പോൾ ഇവിടെ അങ്ങനെ മുഴുവൻ സഹനങ്ങളോടെ വിശുദ്ധ ഫൗസ്റ്റീന ജീവിതത്തിൽ കർത്താവിൻ്റെ കൂടെ നടന്നു എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ചിന്തിക്കുക, നമ്മൾ എന്തുമാത്രം ശുദ്ധിയോടെയാണ് ജീവിക്കുന്നതെന്നൊക്കെ. ആ ഒരു വിധി കഴിഞ്ഞാൽ അടുത്തൊരു വിധി വരുന്നത് ഈശോയുടെ 2ാം വരവിലാണ്, അന്ത്യവിധി എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് അതിനെപ്പറ്റി സംശയമുള്ളവർ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 25-ാം അധ്യായം വായിച്ചു നോക്കിയാൽ മതി. ഇവിടെ ഈശോ സിസ്റ്റർ നദാലിയയ്ക്ക്, ഹംഗറിയിലെ പ്രവാചക എന്നറിയപ്പെടുന്ന സിസ്റ്റർ നദാലിയയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ തനത് വിധിയെ കുറിച്ചിട്ടൊക്കെ. ഞാനതിൻ്റെ വീഡിയോ ഓൾറെഡി മുന്നേ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് അതിനകത്ത് കയറി കാണുക. അതിനകത്തും ഇതുപോലെ തന്നെയാണ് പറയുന്നത്. അവിടെ പറയാണ്, ആ ഒരു സമയത്ത് സാത്താനും വരും. ആ ഒരു തനത് വിധിയുടെ സമയത്ത് സാത്താൻ വരും. അതുപോലെ തന്നെ നമ്മുടെ കാവൽ മാലാഖയും വരും. എന്നിട്ട് അവിടെ ആ ആത്മാവ് കാണിച്ചു കൊടുക്കുകയാണ്. ആ ആത്മാവ് അശുദ്ധിയുള്ള ഒരാത്മാവായിരുന്നു. സ്വർഗത്തിലേക്ക് പോകാൻ അത്ര യോഗ്യതയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോവുകയാണ്, ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോവുകയാണ്. ഈശോ നിശബ്ദമായിട്ട് നിന്നു. ഒരു ആത്മാവിൻ്റെ ഉറ കൂട്ടിയിട്ട് ആ ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോകുന്നു. നിത്യനരകത്തിലേക്ക് പോകുന്ന ഒരാത്മാവ് പോകുന്ന സമയത്ത് ഈശോ വളരെ നിശബ്ദയോടെ, ഈശോയ്ക്ക് ഒന്നും ചെയ്യാനില്ല. ജീവിക്കുന്ന കാലത്ത് ഒരു നന്മ പ്രവൃത്തി പോലും ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ സമയമുണ്ടായിട്ടും പ്രാർത്ഥിക്കാൻ പറ്റാത്ത, ദൈവത്തെ നിഷേധിച്ച
അല്ലെങ്കിൽ അങ്ങനെ നടന്ന ഒരാത്മാവ് നരകത്തിലേക്ക് പോകുന്നത് ഈശോ നിശബ്ദതയോടെ നോക്കി നിന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചിന്തിക്കാം നമ്മുടെ ജീവിതം എങ്ങനെയാണ് എന്നുള്ളത്. എത്രമാത്രം വിശ്വസ്തയോടെയാണ് ഞാൻ ജീവിക്കുന്നതെന്ന്. ഇനിയും ജീവിതത്തിലെ തെറ്റുകൾ തിരുത്തിയില്ലെങ്കിൽ എന്നെയും നിന്നെയും കാത്തിരിക്കുന്നത് ഈ ഒരു വിധി തന്നെയാണ് പ്രിയപ്പെട്ടവരെ. അവിടെ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഒരു വേർതിരിവില്ല. ഏതൊരു മനുഷ്യനും മരിച്ചു കഴിഞ്ഞാൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ഈ ഒരു വിധി തന്നെയാണ്. സോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിശുദ്ധിയോടെ നമുക്ക് ഒരുങ്ങാം. നല്ല രീതിയിൽ തന്നെ ജീവിച്ച് ഈശോയുടെ കൂടെ ആയിരിക്കാം. ദൈവം നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.